ഹലോ ഗായ്സ്, ഈ ഉറങ്ങിയിരിക്കുന്ന ഇത്രയും പേരെയും കൂടി ഞാനിത് എവിടോട്ടാണ് പോകുന്നതെന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിയിൽ എല്ലാവരും ഉറങ്ങിയ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ പൊന്മുടി വ്ളോഗ്. നമ്മൾ വന്ന ദിവസം മാത്രം കോടയില്ല, മഴയില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടോ നിനക്ക്? പറ കൊള്ളത്തില്ലെന്നല്ല ഇപ്പൊ പറയും. നെയ്യാറ്റിൻകരയിലാണ് ഒരു KSRTC. പ്രിയദർശിനിയാണോ? കോട ഉള്ളപ്പോ ഇടാൻ വേണ്ടി എടുത്ത ജാക്കറ്റാണ്, വെയിലത്തിട്ടതാണ്. കൊറേ തൊപ്പിയുള്ളൊക്കെ എടുത്ത് ഞാൻ മാത്രമേ ഉള്ളു, ഈ കുട്ടിയും കുഴപ്പമില്ല. ഭയങ്കര വെയിലോട്ട് പൊളിഞ്ഞു കിടക്കും. ഇങ്ങനെ പോന്നെ അതേപോലെ ഓടിക്കും വെയിലത്ത് കിടന്ന്. എങ്ങനുണ്ട്? എന്ത് പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്? താങ്കൾക്ക് എന്താണ് കിട്ടിയത്? പറ. ഞാൻ കൊല്ലുകയും ചെയ്യും. ഫോഗ് പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇപ്പൊ എന്താണ് ഇവിടുത്തെ അവസ്ഥ? വെയിലുണ്ട്, തല വേദനിക്കുന്നു. താങ്കൾ രാവിലെ ഇതിട്ടോണ്ടൊക്കെ ഇറങ്ങി തൊപ്പിയുള്ള ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഞാൻ കളിച്ചു തരാം, അത് അതിലും വലുത്. അല്ല, എന്നാ മകൾ ഇതിട്ട ഇന്ന്? മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി വെച്ചല്ലേ. വെയിലും ഉണ്ടോ? നീ പക്ഷെ മഴക്കോളുണ്ട്, കുഴപ്പമില്ല. മഴ പെയ്താൽ മതിയായിരുന്നു. നല്ല വെയിലാണ്. അതാ ഇത് നോക്ക്, നല്ലോട്ട് അടിക്കുന്നുണ്ടാണ്. വെയിലിരിക്കുന്ന ജാക്കറ്റിന്. ഞങ്ങള് ഫോഗ് പ്രതീക്ഷിച്ച് വന്നതാണ്ട് ഇപ്പൊ ഉച്ചയിലോട്ടാണ്. വെയിൽ കൊണ്ട് കണ്ണു പോലും കാണുന്നില്ല. ചെയ്യ പോലും വേണ്ട, അത്രക്ക്. ജാക്കറ്റൊക്കെ ഇട്ട് വന്നിരിക്കുന്ന വേറെ. അതിലപ്പുറത്ത് രാവിലെ ചുരിദാർ ഇടണോ? തണുപ്പായിരിക്കും. കുട്ടിയായിരിക്കും. നല്ല തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് വന്നത്. കുറെ ഫോട്ടോയൊക്കെ സേവ് ചെയ്തിട്ടൊന്നും നടന്നില്ല. കോടയ്ക്ക് നേരം വെയിലും ഉണ്ട്, കണ്ണ് കാണുന്നില്ല. പിന്നെ വേണമെങ്കിൽ തൊപ്പിയിട്ടിരുന്ന വിശപ്പ് തീർക്കാൻ എന്തായാലും ഉടുപ്പിട്ട് ഇനി ആ തൊപ്പിയൊക്കെ ഇട്ട് കുറച്ചേരി വെയിലത്തിരുന്നു. ഞാൻ വിഷമിക്കണ്ട്, അത് തലയിലിട്ടിരുന്നു കുറച്ചേരം. വഴിയുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ വെയില് വരുന്നു. ഞങ്ങളെന്നറിയോ പാറു, കോട രണ്ട് വെയില് വന്നാൽ തലക്കറ്റ. നീ കോട കാണാൻ വന്നില്ലേ? എന്നിട്ട് നീ എന്ത് കണ്ടു? പറ. തണുക്കും കോട നിനക്ക്? വേണേ ഇപ്പൊ അഭിനയിച്ച് കാണിക്കും. തണുക്കുന്നോ? തണുക്കുന്നോ? വെയിലടിക്കുന്നുണ്ടോ? അവിടുന്ന് വെയിലടിക്കും. നീയൊക്കെ പോയുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കോട കണ്ടു. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കോടയൊന്നും കാണാതെ പോകേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് നല്ല കോടയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളൊരു 6:30 ആകാറായപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ ആ വെയിൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നും കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരുമായിരിക്കും. പക്ഷെ നമുക്ക് എന്തായാലും വന്നത് നമുക്ക് ആ ഒരു കുറച്ച് ടൈം നിൽക്കാൻ പറ്റുമെങ്കിലും ആ ഒരു സമയത്ത് കുറച്ച് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കോടയൊക്കെ കണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ഗൈസ്.